കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഹരിപ്പാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയിൽ നിന്ന് 1/2 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേ ഗോപുരത്തിൽ നിന്ന് അല്പദൂരം മാറിയാണ് ക്ഷേത്രത്തിൻ്റെ പേരെഴുതിയ മനോഹരമായ പ്രവേശന കവാടം കാണാൻ സാധിക്കും. കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഇരുഭാഗത്തായി ധാരാളം കടകൾ കാണാൻ കഴിയും. 8 ഏക്കറോളം വിസ്തീർണമുള്ള അതിവിശാലമായ മതിലകമാണ് ക്ഷേത്രത്തിന്. കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ്. കൂടാതെ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ, നാഗദൈവങ്ങൾ എന്നിവരും പ്രതിഷ്ഠകളായുണ്ട്. കേരളപ്പഴനി, തെക്കൻ പഴനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഈ പ്രവേശന കവാടം കഴിഞ്ഞ് അല്പദൂരം മുന്നോട്ട് നടന്നാൽ ക്ഷേത്രമുറ്റത്തെത്താം. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമുക്ക് ആൽമരം കാണാവുന്നതാണ്. ആൽമരത്തിനടുത്ത് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരവും. താരതമ്യേന ചെറിയ ഗോപുരമാണിത്. ഒരു നിലയേ ഉള്ളൂ. എന്നാൽ വലിയ ആനവാതിൽ ഈ ഗോപുരത്തിനുണ്ട്. മരം കൊണ്ട് തീർത്ത ആനവാതിൽ 2017 പിച്ചള പൊതിഞ്ഞ് സ്വർണം പൂശുകയുണ്ടായി. ഗോപുരത്തോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രത്തിലെ സ്റ്റേജും. ക്ഷേത്രം വക ഒരു ഓഡിറ്റോറിയമുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ കലാപരിപാടികൾ നടക്കുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സാമാന്യം വലുപ്പമുള്ള ഒരു കുളമുണ്ട്. വേലകുളം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ പ്രദേശത്തെ ക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്ത് നടത്തിവരുന്ന അനുഷ്ഠാന കലാരൂപമാണ് വേലകളി. ഹരിപ്പാട് ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് കുളത്തിൽ വേല നടക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഈ കുളത്തിലാണ്. അതുകൊണ്ടാണ് ഇത് വേലകുളം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഗരാജ ക്ഷേത്രമാണ് മണ്ണാർശാല. മണ്ണാർശാല ഇല്ലക്കാരുടേതാണ് ഈ ക്ഷേത്രം. കിഴക്കോട്ട് ദർശനവും ശൈശവ വൈഷ്ണവ സങ്കല്പവും ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. ശൈവനാഗങ്ങളായ വാസുകിയും നാഗയക്ഷിയുമാണ് ഇല്ലത്തെ നിലവറയിൽ. വിഷ്ണു സ്വരൂപമായ അനന്തൻ ചിരംജീവിയായി കുടികൊള്ളുന്നു. ഇല്ലത്തിലെ പൂർവിക തലമുറയിലെ അമ്മയുടെ മകനായി പിറന്ന 5 മുഖമുള്ള നാഗശിശുവാണ് വിഷ്ണു സ്വരൂപമായ അനന്തൻ. ശാസ്താവ്, ഭദ്രകാളി, ശിവൻ, ഗണപതി, ദുർഗ എന്നിവർ ഉപദേവതമാരായും കുടികൊള്ളുന്നു. പടിഞ്ഞാറായി ഒരു കൂവളത്തറയും കാണാവുന്നതാണ്. നാഗരാജാവിൻ്റെ അവതാര ദിനമായി ആചരിക്കുന്നത് കന്നിമാസത്തിലെ ആയില്യമാണെങ്കിലും തുലാമാസത്തിലെ ആയില്യമാണ് മണ്ണാർശാല ആയില്യം എന്ന പേരിൽ പ്രസിദ്ധമായത്. ഇതിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവ് ഇവിടുത്തെ കന്നിമാസത്തിലെ ആയില്യം ദിവസം തൊഴുന്നത് പതിവായിരുന്നു. ഒരിക്കൽ മഹാരാജാവിന് കന്നിമാസത്തിലെ ആയില്യം തൊഴാനും എഴുന്നള്ളത്ത് ദർശിക്കാനും കഴിയാതെ വന്നെന്നും പിന്നീട് തുലാമാസത്തിലെ ആയില്യത്തിനായി എത്തിയത് അത് രാജകീയ പ്രൗഢിയോടെ ആഘോഷിക്കുകയും ചെയ്തു. തുടർന്ന് കന്നി, തുലാം മാസങ്ങളിലെ ആയില്യങ്ങൾ തുല്യ പ്രാധാന്യത്തോടെ ആഘോഷിച്ചു വരുന്നു. വടക്ക് കിഴക്ക് ഭാഗത്തായി ഒരു കുളമുണ്ട്. ഇവിടെ ഈ കുളത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നവർ കുളിച്ചിട്ട് മാത്രമേ കയറാവൂ. ബോർഡിൽ എഴുതി വെച്ച പോലെ കുളത്തിൻ്റെ കൽപ്പടവുകൾ നല്ലപോലെ വഴുക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർ ഈ കുളത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണാർശാലയിലെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് അന്തർജനങ്ങളാണ്. ഒരിക്കൽ ഈ പ്രദേശം കാട്ടുതീയിലകപ്പെട്ടു. നാഗങ്ങൾ രക്ഷ തേടി അഗ്നി അകന്നു നിന്ന ഈ ഇല്ലത്തിൽ അഭയം തേടി. വാസുദേവനും ശ്രീദേവിയുമായിരുന്നു അവിടുത്തെ നാഗോപാസകർ. പൊള്ളലേറ്റെത്തിയ സർപ്പങ്ങളെ ഇല്ലത്തിലുള്ളവർ വളരെ സ്നേഹത്തോടെ പരിപാലിച്ചു. അപ്പോൾ നാഗരാജാവ് പ്രത്യക്ഷപ്പെടുകയും അമ്മയ്ക്ക് മകനായി പിറക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെ ശ്രീദേവി തേജസ്വികളായ 2 ശിശുക്കളെ പ്രസവിച്ചു. ഒരു മനുഷ്യ ശിശുവും 5 തലകളോടുകൂടിയ നാഗശിശുവും. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരിൽ നിന്നകന്ന നാഗശിശു നിലവറയിൽ ഏകാന്തവാസം ആരംഭിച്ചു. ഇന്നും ചിരഞ്ജീവിയായി നിലവറയിൽ വസിക്കുന്നു എന്നാണ് ഐതിഹ്യം. കാലത്ത് 5 മണിക്ക് നട തുറക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് നടയടയ്ക്കുന്നു. വൈകിട്ട് 5:30 നട തുറക്കുക. മണ്ണാർശാല അമ്മ ഉമാദേവി അന്തർജനം തൊഴുതതിനു ശേഷം നടയടയ്ക്കും.